ആ ഇതേക്കരെ കൈ കാണിച്ചേ. കൈ അതല്ലേ ഈ കൈ. വോട്ട് ചെയ്യാൻ പോയപ്പോ മഷി ഇരട്ടി തന്നല്ലേ? ചക്കര ഇത് ക്യൂട്ടക്സ് അല്ല, ഇത് പ്രത്യേക തരം ഒരു മഷിയാട്ടോ. അത് മക്കൾക്ക് പറഞ്ഞുതരാം. എന്ത് മഷിയല്ലയാ ഇത് ഏത് മഷിയാന്നൊക്കെ ചോദിക്കും. വോട്ട് ചെയ്ത മഷിയാ? ആ മക്കളെ അത് ഈ നൈട്രേറ്റ് പേരല്ലേ? സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് കേശുമാമന്റെ കയ്യിലുണ്ട്. തിന്നാനുള്ള സാധനമല്ലത്, കാണാനേ കൊള്ളൂ. അതൊരു 20 ദിവസം കഴിഞ്ഞാലേ ഈ മഷി മായുള്ളൂ. അത്ര ഇത് നിങ്ങളുടെ ക്യൂടെക്സ് ഇല്ലേ അതിന്റെ കൂടിയനെ. കേശുടാ ഞാൻ വോട്ട് ചെയ്യണം. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ആറൂസേ അതിപ്പോ എങ്ങനെ വോട്ട് ചെയ്യാ? നിങ്ങക്ക് രണ്ടുപേർക്കും അതിന്റെ പ്രായമായിട്ടില്ലല്ലോ. ഞാൻ വോട്ട് ചെയ്യണം. സിമ്പിൾ പരിപാടി. ഒരു 10-18 വയസ്സ് കഴിയുമ്പോ രണ്ടുപേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ? പ്രശ്നം അതിന് കൊറേ കൊല്ലം കാത്തിരിക്കണ്ടേ? ഞങ്ങൾക്ക് ഇപ്പൊ വോട്ട് ചെയ്യണം. എനിക്ക് ഇപ്പൊ വോട്ട് ചെയ്യണം. അല്ല മക്കളെ ഈ പരിപാടി വർക്കാണോ? അങ്ങനല്ല. അതായത് അല്ലടി ഇത് അങ്ങനല്ലെന്ന്. 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല അവര്. എടി അതിന് കുറച്ച് ബുദ്ധിയും വിവരവും ബോധവും ഒക്കെ വെക്കണം, തിരിച്ചറിവ് വരണം. അതിന് 18 വയസ്സ് കഴിയണം. അതൊക്കെ എനിക്ക് അറിയാം. 18 വയസ്സ് കഴിഞ്ഞാൽ വിവരവും ബോധമൊക്കെ വരും. അളിയാ പിള്ളേര് പറയുന്നതിലും കാര്യമില്ലടാ. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ചേച്ചി. അതൊക്കെ വലുതാവുമ്പോ ചെയ്യാം. അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യണം. അതിന് സ്വിച്ചുള്ള മെഷീൻ വേണം, പിന്നെ മഷീൻ വരണം. എവളാണ് കേട്ടാ ഈ പാറുവാണ് എവളുടെ പുറകെ കളിക്കണത്. അല്ല പിന്നെ അവൾ എന്ത് പറഞ്ഞാലും ചുക്കാ പിടിക്കാൻ പാറ കുഞ്ഞമ്മ പുറകെ ഉണ്ടല്ലോ. അതെ അതെ അതെ. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ചേച്ചി. എനിക്ക് വോട്ട് ചെയ്യണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ ഗവൺമെന്റിന് കംപ്ലൈന്റ് കൊടുക്ക്, പിള്ളേർക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അല്ല ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന് വോട്ട് ചെയ്യാനൊക്കെ? സിമ്പിൾ. രണ്ടെണ്ണം ഇന്നലെ മേലേതാ ഈ മച്ചി നോക്കിക്കൊണ്ട് അടക്കിയാണ്. അയ്യോ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ചേച്ചി. ആദ്യം കീറി പൊളിക്കാതെ ഈ പാല് കുടിച്ച്. എനിക്ക് വേണ്ട. അല്ലേ ചില്ലൂർ കൊണ്ട് കൊടു. നിങ്ങളെ മോളത് മര്യാദക്ക് പാല് കുടിക്കാൻ പറയോ? രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ കറങ്ങി കിടക്കുക. പാല് കുടിച്ചില്ലെങ്കിൽ സ്വഭാവം മാറും. അല്ലൂസേ മര്യാദക്ക് പാല് കുടിച്ചേ, ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെ സ്വഭാവം മാറുന്നു. കുടിക്കടി. വേണ്ടാന്ന്, നിന്റെ അതേ സ്വഭാവം. കൊച്ചിനെ ഉണ്ടല്ലോ മക്കളെ പാല് കുടിയടാ അല്ലെങ്കിൽ മിക്കാരുടെ വോട്ടിന്റെ പേരും പറഞ്ഞ് ലാത്തി ചാർജ് നടക്കും. എനിക്ക് വോട്ട് ചെയ്യണം. എന്റെ പൊന്നുമക്കള് കല്യാണം വന്നേ. അളിയാ എന്റെ മക്കൾക്ക് രണ്ടുപേർക്ക് എന്തുവാ ചെയ്യണമെന്ന് പറഞ്ഞേ? അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി മാമൻ ഒരു ഇലക്ഷൻ തന്നെ ഈ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി നടത്തും. അപ്പൊ മക്കൾക്ക് ഇതാ കയ്യില് ഈ മഷി തേക്കാം, മറ്റേ വോട്ടിംഗ് മെഷീൻ ആ മെഷീനിൽ കുത്താം, പല പരിപാടികളുണ്ട്. എന്ത് പറയുന്നു? അങ്ങനത്തെ പരിപാടി ഉണ്ട്, പറഞ്ഞു തരാം. ഓക്കെ അതൊക്കെ ഉണ്ട്. നിനക്ക് വോട്ടർ ഐ ഡി ഉണ്ടോ? തനിക്ക് വോട്ടർ ഐ ഡി ഉണ്ടോ? നിനക്ക് വോട്ടർ ഐ ഡി ഉണ്ടോ? ഞാൻ സെറ്റ്. ഓക്കെ ആണേ? ഓക്കെ ആണേ? ഇല്ല ഇല്ല ഇല്ലടി. ഇച്ചിരി തൊണ്ട പോയതല്ലേ, ഇച്ചിരി പാല് കുടിച്ചോ. ഒരു കാര്യം ചെയ്യ്, എന്താ ഇത്ര സ്ഥിതിക്ക് അമ്മൂമ്മയെ വിളി, പാല് ഞാൻ കുടിക്കാം. ഓക്കെ അല്ലേ? അമ്മൂമ്മ 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 അമ്മൂമ്മ. എന്തിനാ കൊച്ചുങ്ങളെ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഇവരെ വിളിച്ച് പോകുമ്പോ അമ്മൂമ്മ തന്നെ പെട്ടെന്ന് ഓടി വരികയും ചെയ്യും. എന്നിട്ട് അമ്മൂമ്മ തന്നെ ഇവരെ വഴക്കും പറയും. അമ്മൂമ്മ ഞാൻ വോട്ട് ചെയ്യണം. എന്തോന്ന് വോട്ട് ചെയ്യണം? വോട്ട് ചെയ്യണമെന്നോ? അങ്ങനെ വോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങള് വളർന്നു കഴിയുമ്പോ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അതൊന്നും പറ്റത്തില്ല.
ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യിപ്പിക്കാം, അതിനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. അമ്മമ്മോ, പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം വോട്ട് ചെയ്യണമെന്ന്. അപ്പൊ പിന്നെ നമ്മളങ്ങ് വിചാരിച്ചേ, അല്ലയോ പിള്ളേർ എത്ര ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? പിന്നെ പിള്ളേർ ഇത്രയും പറഞ്ഞിട്ട് മാത്രമല്ല കല്ലൂസും പാറസും മുട്ടി നിൽക്കുക വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. നീ എന്തൊക്കെയാണ് പറഞ്ഞേ? പിള്ളേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? പിള്ളേർക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇലക്ഷൻ നടത്തും. ഇലക്ഷൻ നടത്താനോ? ചേച്ചി അല്ലയോ വേണ നമുക്ക് ഇലക്ഷൻ നടത്തിയാലേ? പിന്നെ ഡിക്ലെയർ ചെയ്തോ? ഡിക്ലെയർ ചെയ്യാം, പക്ഷെ എന്തെങ്കിലും കാരണം വേണ്ടേ അതിന്? എന്ത് കാര്യം? അതായത് 2 കാൻഡിഡേറ്റ്സ് വേണമല്ലോ ഇലക്ഷൻ നടത്താൻ. 2 പേർക്കും 2 അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ ഇലക്ഷൻ നടത്തിയിട്ട് കാര്യമുള്ളൂ. അമ്മുമ്മ, ഇപ്പൊ നമ്മുടെ ഈ വീട്ടില് അടുക്കള ഭരണം നടത്തുന്നത് അമ്മുമ്മയാണല്ലോ. അതെ. എന്നാലും പൊതുഭരണം നടത്തുന്നത് ആരാ? ചേച്ചി. പൊതുഭരണം എല്ലാ കാര്യത്തിനും എന്റെ കൈ എന്നില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ആഹാ, ഈ പിള്ളേരുടെ കാര്യവും വീട്ടിലെ ചെലവൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കണത്. അതെന്തൊരു വർത്താനാ ലച്ചു പറയുന്നത്? പടവലത്തുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നേ? അവിടെ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ഇവിടല്ലേ ചെലവാക്കുന്നേ? അത് ശരി. അപ്പൊ അമ്മൂമ്മ കണക്ക് പറഞ്ഞു തുടങ്ങുവാണല്ലേ? കണക്ക് പറയാനാണെങ്കിലേ ഞാനും കുറെ പറയേണ്ടി വരും. എനിക്ക് ഈ കണക്ക് പറയുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ஐயா 2 பேரும் நிறுத்துங்க. நீங்க 2 பேரும் இந்த வீட்டுக்கு நிறைய செய்றீங்க. அதுக்கு இப்படி சண்டை எல்லாம் போடக்கூடாது. അതാണ് ഇപ്പൊ കണ്ട സണ്ട പോട്ടല്ലോ, അടിയായല്ലോ. ഈ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ഒരൊറ്റ ഭരണാധികാരിയെ ഈ വീട്ടിൽ പാടുള്ളൂ. അത് അമ്മൂമ്മയാവണോ ലച്ചേച്ചി ആവണോ എന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാം. എനിക്ക് ഈ സ്ഥാനമാനങ്ങളോടൊന്നും ഒരു താല്പര്യവും ഇല്ല. ഓ, നമുക്കും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനല്ലല്ലോ. ലച്ചുവിന് പ്രാധാന്യം ഇല്ലാത്ത ഒരു പരിപാടിയും ലച്ചൂസ് പിടിക്കാറില്ലല്ലോ. ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനൊന്നും ലച്ചു പറ്റത്തില്ല. ഒരു കുടുംബോ? ഞാനേ 2 കുടുംബത്തിലെ കാര്യങ്ങളാണ് നോക്കണത്. സിദ്ധു, എക്സ്പ്ലെയിൻ. ഞാൻ എന്ത് പറയാനാ? കുഴിപ്പണത്തെ കാര്യം പറയടാ. കുഴിപ്പളത്ത് ഇവള് പറയുന്ന പോലെയാണ് എന്റെ അച്ഛനും അമ്മയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് പോലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന്റെ എല്ലാ കുറവും ഇവിടെ കാണുന്നുണ്ട്. അതെന്ത് വർത്താനാ ലച്ചു ഈ പറയുന്നത്? ഇവിടെ എന്ത് കുറവാ ഉള്ളത്? അമ്മമ്മ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിക്കുക. അപ്പൊ കാണിച്ചു തരാം ഞാൻ. രണ്ടുപേരും നിർത്തുന്നുണ്ടോ? കേശവടൻ പറഞ്ഞ പോലെ ഇന്ന് ഇലക്ഷൻ നടത്താം. എന്നിട്ട് ആരാ വീട് ഭരിക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അതാണ് വോട്ടിങ്ങിലൂടെ നമ്മൾ കൃത്യമായ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കും. എന്താ പറയണ? ഞാൻ ഈ കുട്ടിക്കളിക്കൊന്നും ഇല്ലേ. അയ്യ ഇലക്ഷൻ നിന്ന് എന്നെ തോറ്റ് തൊപ്പിടുന്ന അമ്മൂമ്മയ്ക്ക് പേടി. അമ്മൂമ്മയ്ക്ക് അറിയാം അമ്മൂമ്മ ഇലക്ഷൻ നിന്ന് ഒറ്റ വോട്ട് പോലും കിട്ടൂലെന്ന്. ആര് പറഞ്ഞു? ഇലക്ഷന് നിന്നാലേ ഞാനേ ജയിക്കത്തുള്ളൂ, നീ തോറ്റു തൊപ്പിയിടും. കാണാം നമുക്ക്. അങ്ങനാണെങ്കിൽ ഓക്കെ അല്ലേ? ഞാൻ റെഡിയാണ്. എന്നാ പിന്നെ ഞാനും റെഡിയാണ്. അപ്പോ ഇപ്പൊ തൽക്കാലത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ഞാനാവാം. എന്ത് പറയുന്നു? അപ്പൊ 2 പേർക്കും ഓരോ ചിഹ്നം ഞാൻ അങ്ങോട്ടങ്ങ് തരും. തിരിച്ചിങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും പാടില്ല. അത് ഓക്കെ ആണോ? ഞാൻ ഓക്കെ. ഞാനും ഓക്കെ. അങ്ങനാണെങ്കിൽ അമ്മൂമ്മയുടെ ചിഹ്നം പടവലം. ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? അത് നല്ല. മതി. അടുത്ത ലച്ചേച്ചിയുടെ ചിഹ്നം കുഴി. കുഴിയാ? കുഴിപ്പള്ളത്തിന്റെ കുഴി. ചിഹ്നമാണേ. അതൊക്കെ ചിഹ്നമൊക്കെ അങ്ങോട്ട് തരും. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും പാടില്ലെന്ന്. അപ്പൊ ഇലക്ഷൻ ഞാനിപ്പോ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായി ഇതൊക്കെ? നിങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടി ആ മെഷീൻ വേണോന്ന് പറഞ്ഞല്ലോ. ആ മെഷീൻ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടും അത് വേറെ ഇവിടെ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മള് ബാലറ്റ് പെട്ടിയും ബാലറ്റ് പേപ്പറും ആക്കിയിട്ടുണ്ട്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ? പിന്നെ നിങ്ങൾ 2 പേർക്കും വോട്ടർ ഐ ഡി ഇല്ല എന്നല്ലേ പറഞ്ഞത്? കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ചോര നീരാക്കി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വോട്ടർ ഐ ഡി ആണ് ഇത്. എങ്ങനെയുണ്ട് മിസ് കല്യാണി?
മിസ് പാർവതി നമ്പടി ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരരുത്. വോട്ടിടാൻ ഞാൻ സമ്മതിക്കില്ല. കല്ലു കളയരുത്. ഇല്ല, എനിക്ക് വോട്ടിട്ടാണ്. ഒരു ലേറ്റ് റിയാക്ഷൻ. വോട്ടർ ഐ ഡി ഇങ്ങോട്ട് കീറി എട്ടാക്കും. നീ ഇങ്ങ് താ. ഇലക്ഷന്റെ സമയമാകുമ്പോ ഞാൻ തരാം. ശരി, രണ്ടുപേരും ചെല്ല്. അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റത്തില്ല. അമ്മൂമ്മയും ചേച്ചിയും കൂടെ പൊരിഞ്ഞ വഴക്ക്. അത് കുഴപ്പമില്ല. ഇലക്ഷൻ ആവുമ്പോ നമുക്കൊരു വീറും വാശിയൊക്കെ വേണ്ടേ? അളിയാ അളയാ എന്തായി ഇലക്ഷൻ പരിപാടിയൊക്കെ? പരിപാടിയൊക്കെ സെറ്റ്. വൈകിട്ട് 5 മണിക്ക് ഷാർപ്പ് ഇലക്ഷൻ സ്റ്റാർട്ടിങ്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ല. അതെന്താണ് അങ്ങനെ? സ്ഥാനാർത്ഥികൾക്കും വോട്ടവകാശം വേണ്ടതല്ലേ? അല്ല, അത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ അവരുടെ വോട്ടവകാശം എടുത്ത് കളഞ്ഞു. എന്താ നടക്കിങ്ങോട്ട്. ചേച്ചി എന്നെ വഴക്ക് പറയരുത്. ഇന്ന് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മക്കളെ, ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? മക്കൾ ശരിക്കും ആർക്ക് വോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ? അമ്മുമ്മയ്ക്കാണോ അതോ ചേച്ചിക്കാണോ? മക്കള് അമ്മുമ്മയ്ക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ, ഇവിടെ വരുമ്പോഴത്തേക്ക് വല്ല കഞ്ഞിയോ പയറോ അല്ലെങ്കിൽ വല്ല ചമ്മന്തിയോ ദോശയൊക്കെ തരും. ചേച്ചിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചേച്ചി പിസ്സ മേടിച്ചു തരും, ബർഗർ മേടിച്ചു തരും, ഷേക്ക് മേടിച്ചു തരും, ചിക്കൻ ഫ്രൈ. ഓ, നീ എന്തോ കൊച്ചിനോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ല. സത്യം പറ ലച്ചു, നീ എന്തോ കൊച്ചിനോട് പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ചോദിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞ പാറു? ലച്ചു കളിക്കല്ലേ. പാറു എന്തോ പറഞ്ഞേ? പറ, സത്യം പറ. ഒന്നും പറഞ്ഞില്ല അമ്മ. ഒന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടല്ലോ. എന്തോന്ന് കേട്ടെന്ന്? ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വന്നേ. എന്താ മുമ്മ? ലച്ചു വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. സ്വാധീനിക്കാൻ ശ്രമിച്ചു? ഞാൻ ആര് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന്? ഞാൻ കേട്ടതില്ലയോ? എന്ത് കേട്ടെന്ന്? ലച്ചു, ഇത് ശരിയല്ല കേട്ടോ. ഇലക്ഷൻ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. പാലിച്ചില്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ കളയും. ചേച്ചി എന്തിനു പറഞ്ഞേ? അത് പിസ്സ മേടിച്ചു തരാം, ബർഗർ മേടിച്ചു തരാം, ഷേക്ക് മേടിച്ചു തരാം, ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മൂമ്മ വന്നു. അങ്ങനെ വരട്ടെ. കല്ലുമോളെ, മൂക്ക് വല്ലതും മേടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നോ? എനിക്ക് മുട്ടായി മേടിച്ചു തരാൻ പറഞ്ഞു. കൊറേ മുട്ടായി. ആരോടും പറയലെന്നും പറഞ്ഞു. അമ്മൂമ്മ ആരോടും പറയല്ലേ? ഇല്ല ഇല്ല ഇല്ല. അയ്യോ, എന്റെ ലച്ചു, എന്താ ഇത്? அம்மா, நீங்க எனக்கு 1000 ரூபாய் கொடுத்ததும் ஒரு புது சாரி வாங்கி கொடுக்கறேன்னு சொன்னதும் உங்களுக்கு ஓட்டு செய்யறதுக்கா? நான் நினைச்சேன் நீங்க என்கிட்ட பாசத்தினால சொன்னீங்கன்னு. ഞാൻ കനകത്തിനുള്ള സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുത്തതാ. എന്നാലേ ഞാൻ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് വാങ്ങി തരാന്നും പറഞ്ഞത്. അല്ലാതെ ഞാൻ സ്വാധീനിക്കാനൊന്നും ശ്രമിച്ചല്ല. ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതല്ല. ആര് സ്വാധീനിക്കാൻ ശ്രമിച്ചാണെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടെണ്ണം തൂക്കിയെടുത്ത് കൊച്ച്, നീ ഏതാടാ? നീ കൊറേ നേരം പറയുന്നത് തൂക്കിയെടുത്ത് കളയൂന്ന്. കണ്ടോളിയാ അളിയടാ, ബാലറ്റ് പേപ്പറും പെട്ടിയൊക്കെ റെഡി അല്ലേടാ? എല്ലാ സാധനവും സെറ്റ്. മക്കളെ കല്ലു താഴെ ഇറങ്ങടാ. അവിടെ നില്ല. ഞാൻ എന്താ പറഞ്ഞു? ഈ കുരിപ്പ്. വേണ്ട, ബാലറ്റ് പേപ്പർ, ഐഡന്റി കാർഡ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അല്ലയോ, ഐഡന്റി കാർഡ് പിടി. ബാലറ്റ് പേപ്പർ ഇവിടെ നീങ്ങിയില്ലേ? കറക്റ്റ് കാണണമെങ്കിൽ ലച്ചു കുഴി. ലച്ചു നോട്ടിയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഭവാനി പടവലം, ഭവാനിക്ക് നോട്ടിയാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാം. നോട്ട നൺ ഓഫ് ദി എബോവ് എന്ന് വെച്ചാൽ ഈ രണ്ടുപേരും അല്ല. പിന്നെ അളിയാ നിങ്ങട് എല്ലാവർക്കും അവരുടെ വോട്ടർ ഐ ഡി ഉണ്ട്. നിങ്ങൾക്കുള്ളത് പിന്നെ തരാം. നിങ്ങക്ക് രണ്ടുപേർക്ക് വോട്ടില്ല. ഇതിൽ വോട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ വോട്ടില്ല. കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ റദ്ദാക്കി കളയും. ഇമാതിരി തോട്ടി ഇലക്ഷൻ കമ്മീഷൻ. അതെ, ഞാൻ ഒരു കാര്യം പറയാം.
ആര് ഇലക്ഷൻ ജയിക്കുന്നോ ആ ജയിക്കുന്ന ആള് പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവര് കേൾക്കണം. ആ അങ്ങനെ മാത്രമല്ല, ജയിക്കുന്ന ആളെ ഞങ്ങള് പറയുന്നത് കൂടെ കേൾക്കണം. പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ. അത് തന്നെ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ അടിമയായിട്ട് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അടിമേ ആര് ചോനർ തല ഭവാനിയാ? ഇതൊക്കെ വെറും പറച്ചിന് മാത്രമേ ഉള്ളൂ. കാര്യത്തോടെ എടുക്കുമ്പോ നോക്കാം. ശരിക്കുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നതേ നാട്ടുകാര് പറയാതെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതൊരു മാതിരി ഫ്യൂഡൽ മാടമ്പി. ലച്ചു, ഇതുപോലുള്ള അനാവശ്യ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. എന്താ ഏതാണ്ട് ഒരു കാര്യം പറയല്ലോ, അൺപാർലമെന്ററി, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ. ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഈ സ്ഥാനാർത്ഥി ഇവിടെ ഉപയോഗിച്ചു. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ റദ്ദ് ചെയ്യണം. എന്നിട്ട് ഏകപക്ഷീയമായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം. ആഹാ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ഇലക്ഷൻ എങ്ങാനും തോറ്റാലേ പടവലത്ത് പോയി നിൽക്കേണ്ട വരും. ആര്, ഞാനോ? പിന്നെ ഞാനാ. കേശുവേ, എനിക്ക് എന്റെ സങ്കല്പ വികസന രൂപരേഖ പ്രഖ്യാപിക്കണം. ക്യാമ്പയിൻ അറേഞ്ച് ചെയ്യും. എനിക്കും എന്റെ സങ്കല്പ വികസന രൂപരേഖ പ്രഖ്യാപിക്കണം. പോവരുത്, സ്വാധീനിക്കാൻ വിളിക്കുന്നതാണ്. വന്നില്ലെങ്കിൽ ഈ 8 നില പൊട്ടാ പോണേന് എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കണത്? കേസു, ഇനി ഞാൻ പോട്ടാ. അളിയാ, ഈ ഇലക്ഷൻ മിക്കവാറുമേ വൻ പണിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തന്നെ തോന്നണേ. എന്തേലും പ്രശ്നം ഉണ്ടായാലേ എന്നെ പരിഹരിക്കാൻ വിളിക്കരുത് കേട്ടാ. പിടിച്ചോ. എന്തരാണത്? രൂപരേഖ പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികളോടെ ഒരു പൊടിക്കടങ്ങടാ, അവര് വരും. ചുമ്മാ കിടക്കട്ടല്ലേ, കയറി പോട്ട്. ഇനി എന്നും ഐസ്ക്രീം മിഠായി ഒക്കെ. கிச்சன்ல புதுசா பொருள் எல்லாம் வாங்கணும். நம்ம ஒர்க்கை ஈஸி ஆக்குற மாதிரி உள்ள பொருள் வாங்கினா ரொம்ப அருமையா இருக்கும். അവര് വരട്ടെ, അവര് വന്നിട്ട് പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീട്ടില് എന്തിനും ഇതിനും വഴക്കിടുന്നത് നിർത്തണം. പിന്നെ പ്രതിപക്ഷത്ത് വരുന്ന ആൾക്ക് ബഹുമാനം കൊടുക്കും. നടക്കും. എന്തായാലും അവര് വന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് പറയണം. ഹായ് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖം. അപ്പൊ എങ്ങനെ തുടങ്ങിയല്ലേ? തുടങ്ങാം. എതിർ സ്ഥാനാർത്ഥി തുടങ്ങിക്കോ. ആദ്യം നീ തുടങ്ങടി. എന്നെ എടി പൊടി ഒന്നും വിളിക്കാൻ പറ്റില്ല കേട്ടല്ലോ. എന്നാ പിന്നെ നിന്നെ മേഡം ഒന്ന് വിളിക്കാം. ഇലക്ഷൻ കമ്മീഷണർ, ഇത് ശരിയാവത്തില്ല കേട്ടോ. ശരിയാക്കാം. അമ്മൂമ്മ അങ്ങനൊന്നും പറയരുത്, മോശമാണ്. ഓക്കെ എന്നാ അമ്മൂമ്മ തുടങ്ങിക്കോ. ഞാൻ തന്നെ തുടങ്ങാം. എനിക്കല്ലയോ ഐശ്വര്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലം ഈ വീടിന്റെ ഭരണം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവിടം സ്വർഗമായിരിക്കും. സ്വർഗം. നരകം. എന്താന്നാ പറഞ്ഞേ? അല്ല അമ്മുമ്മ, നഗരം സ്വർഗമാക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു. എന്റേതേ 10 പരിപാടികളാണ്. ഒന്നാമതായി, കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം ഇറച്ചി ഉണ്ടായിരിക്കും. മാസത്തിൽ 1 യാത്ര എല്ലാവരെയും കൊണ്ട് പടവലത്ത് പോകും. വിഷു, ഓണം, ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പുതിയ ഡ്രസ് വാങ്ങിക്കൊടുക്കും. മുതിർന്നവർക്കോ? നമുക്ക് ആലോചിക്കാം.
ഇവിടുത്തെ വാഹനം ആവശ്യാനുസരണം ഉപയോഗിക്കാൻ മാസം 500 രൂപയുടെ പെട്രോൾ തരും. ആ അയ്യോ, കുട്ടികൾക്ക് ആഴ്ചയിൽ മിഠായി വാങ്ങിച്ച് കുപ്പിയിൽ വയ്ക്കും. ഇത് പിള്ളേരെ കുപ്പിയിലാക്കുന്ന പരിപാടി. ഇത് ശരിയാവത്തില്ല കേട്ടോ. ഇത് ശരിയാത്തില്ല കേട്ടോ. ചേച്ചി കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കണം. ആ, ഇനി 7ാമത്തേത് വായിക്കാം. ഓ, ചോദിക്കാതെയും പറയാതെയും ആർക്കും എവിടെ വേണമെങ്കിലും പോവാം. 10 മണിക്ക് മുൻപ് വീട്ടിൽ കയറിയാൽ മതി. ഓ, അപ്പൊ അഴിച്ചങ്ങ് വിട്ടേക്കാണ്. കൊള്ളാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ. ദൂരദേശത്ത് വിദ്യാഭ്യാസവും കുടുംബവും ഉള്ളവർക്ക് വണ്ടിക്കൂലി, വഴിച്ചെലവ് അത് നിലവിലുള്ളതിനേക്കാൾ 50% കൂടി വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അത് ശിവാനിയെ കൂടെ വിളിച്ചു പറയണം. ശിവാനിക്ക് വോട്ടില്ല. അത് മൊബൈൽ വഴി വോട്ട് ചെയ്യാൻ പറഞ്ഞാ മതി. ഓ, ആ, കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം 3 മണിക്കൂറായി ഉയർത്തുന്നതായിരിക്കും. പിള്ളേരെ 24 മണിക്കൂറും കളിച്ചോട്ടേന്ന് പഠിക്കണ്ട. കൊള്ളാം. ഇലക്ഷൻ കമ്മീഷനെ ഓ, മിണ്ടാരി ഓ, കാൻഡിഡേറ്റ്. പാട്ട്, ചിരി, കളി, കല ഇവയ്ക്ക് പ്രത്യേക പ്രോത്സാഹനം ഉണ്ടായിരിക്കും. വസ്ത്രം, യാത്ര, സന്തോഷം ഇതാണ് എൻ്റെ വാഗ്ദാനം. ആ, ഓക്കെ. ഇനി അടുത്ത ആള്. എന്റെ ഇത് സിമ്പിളാണ്. വെറും 5 പരിപാടികൾ, അല്ലാതെ കണ്ണിലെ പൊടിയിടുന്ന പരിപാടികളൊന്നും ഇല്ല. അടി ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, കുട്ടികളിൽ നിന്നും തന്നെ തുടങ്ങാം. ഫ്രിഡ്ജിൽ എല്ലാ ദിവസവും ഐസ്ക്രീം ഉണ്ടായിരിക്കും. കൂടാതെ ആഴ്ചയിൽ 3-4 ദിവസം ചിക്കനും മട്ടനും കാണും. യാത്രയ്ക്കായി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുന്നതായിരിക്കും. മാസത്തിൽ ഒരിക്കൽ എല്ലാവർക്കും ഒരു ജോഡി ഡ്രസ്. വർഷത്തിൽ ഒരിക്കൽ 10 ദിവസത്തെ യാത്ര. ഊട്ടി, കൊടൈക്കനാൽ, മസനഗുഡി വഴി മധുരൈ, പറ്റിയാൽ ചെന്നൈ. ലാസ്റ്റ് വൺ. ഇല്ല, 5 ഉള്ളൂ. അത്യാവശ്യത്തിന് എല്ലാവർക്കും പോക്കറ്റ് മണി തരാറുണ്ടല്ലോ, അത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിനേക്കുള്ള ബജറ്റ് എവിടുന്നാ? അതിനല്ലേ നീ ഇങ്ങനെ ഇവിടെ ഇരിക്കണത്. ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? കമ്മീഷണറെ, ഓ, അത് പകുതി മുക്കാലും ഇത് കണ്ട് കോപ്പി അടിച്ചു വെച്ചേക്കുവാ. പക്ഷെ അതല്ലേ കുറച്ചുകൂടി നല്ലത്. മട്ടനും ചിക്കനും ഉണ്ടെന്ന് പറഞ്ഞോണ്ടായിരിക്കും. ഏയ്, അതിനകത്ത് പോക്കറ്റ് മണി കൂട്ടുമെന്നും അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ജനാധിപത്യപരമായിട്ടായിരിക്കണം. അതെ, കാര്യങ്ങളൊക്കെ ജനാധിപത്യമായിട്ടായിരിക്കണം. അതൊക്കെ നമുക്ക് ഇലക്ഷനെ തീരുമാനിക്കാം. വോട്ടിങ് തുടങ്ങട്ടെ. ആ, ഓക്കെ. ആത്താള് വന്നോളൂ. വരുമ്പോ മര്യാദക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിക്കണം. ഇനി താ വോട്ടർ ഐ ഡി അല്ലേ? പേര്? തിരിച്ചു പഠിക്കണ. ഇവിടെ ഒന്ന് സൈൻ. ആ, മതി മതി, കുത്തി വരാം. ഇരിക്കരുത്, സീരിയസ് ആയിരിക്കണം. അവിടെ കൈ നീട്ട. ഇവിടെ ചെയ്യാൻ പറ്റും.
വോട്ട് ചെയ്തിട്ടില്ല. എന്താ? ഇത് തേച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് ബാലറ്റ് പേപ്പർ. ഇവിടെ ലച്ചു ചേച്ചി, നിന്റെ അമ്മ, ഭവാനി അമ്മൂമ്മ, നോട്ട. ഏതിനാന്ന് വെച്ചാ ടിക്ക് ചെയ്യണം അവിടെ പോയിട്ട്. ഓക്കെ? ഓക്കേ. എന്നിട്ട് ഇതെടുത്ത് ആ പെട്ടിക്കത്തിടണം. പേന അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ആ ഒരു കാര്യം ചെയ്യ മക്കളെ, ഇങ്ങ ഇപ്പുറത്തെ സൈഡ് വന്നില്ലേ? അടുത്ത ആള് പേര്? പാർവതി. ഓക്കെ. സഞ്ജി കൈനീട്ട്. ലച്ചു, ഭവാനി, നോട്ട. ഇഷ്ടമുള്ളതിൽ ടിക്ക് ചെയ്യുക, ബോക്സ് ഇടുക. ഓക്കോ. വീട് വെച്ച് ഞാൻ നോട്ട് ചെയ്തേ. അടുത്ത അടുത്ത എല്ലാവരും കഴിഞ്ഞല്ലോ. അപ്പൊ അടുത്ത് എന്റെ ഒരു വോട്ടുകളുണ്ട്. കേശു, ലച്ചു, ഭവാനി, നോട്ട. എനിക്ക് ഇഷ്ടമുള്ളതിൽ ഞാൻ ടിക്കിടും. കേശുമാമൻ ജയിച്ചെന്നാ ഓടി. അങ്ങനെ വളരെ വിജയകരമായി സമാധാനപരമായി നമ്മുടെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബാലറ്റ് വെട്ടിയും കൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ പോവാണ്. എവിടെ പോണ്? കൊണ്ടുപോകുന്നു, റൂമിൽ വെച്ച് പൂട്ടുന്നു, നാളെ രാവിലെ പെട്ടി പൊട്ടിക്കുന്നു, വോട്ടെണ്ണുന്നു, റിസൾട്ട്. അതിനാവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ബാലറ്റ് വെട്ടി പൊട്ടിക്കുക, വോട്ടെണ്ണുക. അത് തന്നെ. ഇപ്പൊ തന്നെ പൊട്ടിക്കണം, ഇപ്പൊ തന്നെ പൊട്ടിക്കണം. പൊട്ടിക്കളിയാ? ഇപ്പൊ തന്നെ പൊട്ടി. ഇത്രയും നിർബന്ധമാണ്, നമുക്ക് ഇപ്പൊ തന്നെ പൊട്ടിച്ചേക്കാം. പൊട്ടിക്ക്. പ്രശ്നം കഴിഞ്ഞില്ലേ? ബാലറ്റ് വെട്ടി പൊട്ടിക്കാൻ പോവാണ്. ശിവാനിയുടെ പോസ്റ്റൽ വോട്ട് വന്നായിരുന്നു, അതും ഞാൻ നോക്കിയായിരുന്നു. റിസൾട്ട് പറയട്ടാ?
അപ്പൊ ഈ ഇലക്ഷന് ജയിച്ചിരിക്കുന്നത് നോട്ടാ. നിങ്ങൾ രണ്ടുപേർക്കും ഒരൊറ്റ മനുഷ്യൻ പോലും ഇവിടുന്ന് വോട്ട് ചെയ്തിട്ടില്ല. ശിവാനി പോലും കുത്തിയത് നോട്ടയ്ക്കാണ്. ഒറ്റ മനുഷ്യര് പോലും വോട്ട് ചെയ്തില്ലല്ലേ? സിദ്ധു, നീയും കനകം, നീ പോലും. എന്നാലും എന്നോട് വേണ്ടായിരുന്നു സിദ്ധു. നിങ്ങളുടെ രണ്ടുപേരുടെ ഭരണത്തിനോടും ആർക്കും താല്പര്യമില്ല. നിങ്ങളെ